ഹായ്, ഡിന്നറിന് എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാമേ. ചിക്കൻ കറിയും വെച്ചു, പനീർ കറി വെച്ചു, പിന്നെ റൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് എല്ലാം വെച്ചെന്നൊക്കെ നോക്കാം. സാധാരണ വെക്കുന്ന പോലെ തന്നെ എണ്ണ ചൂടായപ്പോൾ കടുക് പൊട്ടിച്ച് സവാള വാട്ടി കൊടുക്കുന്നുണ്ട്. സവാള വാടിയപ്പം പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് തക്കാളി ഇട്ട് കൊടുത്ത് ചിക്കൻ വൃത്തിയാക്കി വെച്ച ചിക്കനും അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം വൈകുന്നേരമാണ് ഉണ്ടാക്കാൻ തുടങ്ങി, ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ എളുപ്പത്തിൽ ചിക്കൻ കറിയും വെച്ചു, പിന്നെ പനീർ കറിയും വെച്ച്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഒരു 4 സ്പൂൺ മുളക് പൊടി, 2.5 സ്പൂൺ മല്ലിപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ തക്കാളി 2 എണ്ണം കൂടെ അതിനകത്ത് ചേർത്ത് കൊടുത്ത് ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തേ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കുക്കറിലോട്ട് മാറ്റി കൊടുത്തു കേട്ടോ. എളുപ്പത്തിന് കുക്കറിൽ ഒരു 2 വിസിൽ കേൾപ്പിച്ചാൽ മതി, പെട്ടെന്ന് റെഡിയാവും കേട്ടോ. ആ ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് കുക്കറിലിട്ടാണ് ബാക്കി ചെയ്തത്. അപ്പോൾ അതാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ചെയ്യാമല്ലോ. ചിക്കൻ കറിയും പിന്നെ പനീർ കറി വെച്ചായിരുന്നു, പിന്നെ റൈസും വെച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു വെച്ചത്, അമ്മയായിരുന്നു വെച്ചത്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് ഇത് നമ്മൾ കുക്കറിനകത്തോട്ട് മാറ്റി കൊടുക്കുവാണേ. അപ്പോൾ നല്ലപോലെ മസാലയൊക്കെ പുരണ്ട് കഴിഞ്ഞ് അത് കുക്കറിലോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് വിസിൽ ഏൽപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു 2 വിസിൽ കേട്ടാൽ മതിയായിരിക്കും. ആവിയൊക്കെ പോയി കഴിഞ്ഞ് നമുക്ക് നല്ല വെട്ടി തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതിലോട്ട് പച്ചമുളകും ഒരു 3 സവാളയും കൂടെ അരിഞ്ഞിട്ട് എന്നിട്ട് ഇത് നല്ലപോലെ അരച്ചെടുക്കാം. പനീർ കറി വെക്കാനാണ് ഇത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കാം. ഇപ്പോൾ പനീർ ചെറുതായിട്ട് കണ്ടിച്ചിട്ട് അതൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് മൊരിയിച്ചെടുക്കല്ലേ, ചെറുതായിട്ട് മൊരിയിച്ചെടുത്ത് എണ്ണയ്ക്കകത്തോട്ട് ഈ അരച്ചു വെച്ച പേസ്റ്റും ചേർത്ത് കൊടുത്ത് ശകലം ഉപ്പൂടി ഇട്ട് കൊടുത്ത് പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ അതൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞ് 2 തക്കാളി അരച്ചയും കൂടെ ചേർത്ത് നല്ല ആവശ്യത്തിന് എണ്ണ തെളിയുമ്പോൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അത് വെട്ടി തിളയ്ക്കുമ്പോൾ പനീർ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ല വെട്ടി തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറി നമ്മുടെ റെഡിയാണ്. അപ്പോൾ ചിക്കൻ കറി ഒന്ന് ആവിയൊക്കെ പോയപ്പോൾ ദാണ്ട് ഈ കളറിലിരുന്നേ, അതൊന്ന് നല്ല വെട്ടി തിളപ്പിച്ചെടുത്ത് ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നേ ഡിന്നറിന്. ബൈ.